സൂപ്പർ ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒന്നും ഇല്ലാത്ത ധൈര്യമുള്ള 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് മുന്നിലേക്ക് വരാം. യെസ്, ഒന്ന് കൈ പിടിക്കാം. 5 പേര് മതി. യെസ്, മതി 5 പേര് മതി. യെസ്, ഇവിടെ താങ്ക് യു. വരും, ഒന്ന് കൈ അടിച്ചു വരിക എല്ലാവരും വേണ്ടിയിട്ട്. ചെറിയൊരു മത്സരമാണ്. എല്ലാം റെഡിയാണോ? പണിയൊന്നുമില്ല, സിമ്പിൾ മത്സരം. ഞാൻ പറഞ്ഞിട്ട് ഓക്കെ. ഇവര് ഒരു മത്സരത്തിന് പോവാണ്. സിമ്പിൾ ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് ഏകദേശം ഇത്ര ഷേപ്പ് ആയി കഴിഞ്ഞാൽ കെട്ടിയിട്ട് എനിക്ക് തരാം. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ആരാണ് വിജയിക്കാൻ നോക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അധികം വേണ്ട, മീഡിയം സൈസ് ആയി കേട്ടോ. കെട്ടിക്കോളൂ. യെസ്, കെട്ടിക്കോളൂ. യെസ്, കെട്ടാൻ അറിയില്ലല്ലോ ഈശ്വര, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ വെച്ചോളൂ. ഇനി എല്ലാവർക്കും ഒന്ന് പോകാം, സീറ്റിലിരിക്കാം. താങ്ക് യു, സൂപ്പർ ആയിട്ടുണ്ട്. ഈ 2 ബലൂൺ തമ്മിൽ വ്യത്യാസം എന്താ? ഈ 2 ബലൂൺ കളർ വ്യത്യാസം ഉണ്ട്. ഇതൊന്ന് ചോപ്പാണ്, പച്ചയാണ്. വേറെ എന്തെങ്കിലും? പച്ച വലിപ്പം കൂടുതൽ. ഇനി വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. വേറെ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ആരാണ് ഇന്റലിജന്റ് നോക്കട്ടെ. ഷേപ്പ് നന്നായി നിരീക്ഷിക്കുക. ഈ 2 ബലൂണിന് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ബലൂണ് ചെറുതായിട്ട് വരുന്നത് ആർക്കൊക്കെ തോന്നുന്നുണ്ട്? ഇതിന് വായു, ഇത് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടാണ്. വ്യത്യാസം മനസ്സിലായോ? ഇതിന് വായു പോകുന്നുണ്ട്, പക്ഷെ വളരെ ചെറുതായിട്ടാണ് പോകുന്നത്. ഇത് ആര് നിർമ്മിച്ച? സാർ എങ്ങനെയൊക്കെ ചെയ്യാൻ പോടോ? ഇത് അദ്ദേഹമല്ല, ഞാനല്ല, വേണു സാറല്ല, ഇവിടുത്തെ എന്താ പറയാ, ആര് വന്ന് നിർമ്മിച്ചു കഴിഞ്ഞാലും ഈ ബലൂൺ കുറച്ച് കഴിഞ്ഞാൽ കാറ്റ് പോകും. കാരണം എന്താ? ഇതിന് ആൾറെഡി ഞാനൊരു ഓട്ടോ ഇട്ടിട്ടാണ് തന്നത്. ഐ എം റിയലി സോറി. സാറിന് നല്ല എഴുതി കൊടുക്കാം. ഇനി എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഈ ബലൂൺ? ഇതാണ് രസം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരും ഈ ബലൂണെ പോലെയാണ്. അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റുകളും അവിടുത്തെ വിദ്യാർത്ഥികളും ഒരു സർവേ നടത്തി. അവരെ കണ്ടുപിടുത്തി ഇതായിരുന്നു, എല്ലാ ജനുവരി 1-നും ഏകദേശം 56% അമേരിക്കക്കാര് ഒരു ന്യൂ ഇയർ ഗോൾ സെറ്റ് ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്യാറുണ്ടോ? ഇന്ന് മുതൽ നമ്മൾ എക്സസൈസ് ചെയ്യും, ഇന്ന് മുതൽ ജിമ്മിൽ പോകും, യോഗയ്ക്ക് പോകും എന്നൊക്കെ പറഞ്ഞു ചെയ്യാറുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ചില ബലൂണിന്റെ അവസ്ഥ നോക്കൂ. പിടികിട്ടുന്നുണ്ടോ? അവര് കണ്ടുപിടുത്തതായിരുന്നു, ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആഫ്റ്റർ 1 വീക്ക് ഏകദേശം 23% ആളുകൾ പണി നിർത്തിപ്പോകും. ആദ്യത്തെ 1 മാസം കഴിയുമ്പോഴേക്കും 43% വീണ്ടും നിർത്തിപ്പോകും. ചുരുക്കി പറയുകയാണെങ്കിൽ അവരെ കണ്ടുപിടുത്തം ഇതായിരുന്നു, ലോകത്തില് ആഗ്രഹിച്ചൊരു ജീവിതം, വിചാരിക്കുന്ന ഒരു ജീവിതം നേടുന്നവര് കേവലം 9% താഴെ, അല്ലെങ്കിൽ 9 താഴെ മാത്രമുള്ള ആളുകൾ. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അപ്പോ മനുഷ്യനും ഇങ്ങനെയുള്ള ചില ഓട്ടങ്ങളുണ്ട്. ആ ഓട്ടങ്ങൾ അടക്കുകയാണെങ്കിൽ ഏത് മനുഷ്യനും അവൻ ആഗ്രഹിച്ചൊരു ജീവിതം, അവൻ ആഗ്രഹിച്ച സന്തോഷം, ആരോഗ്യം നേടിയെടുക്കാൻ പറ്റും. 3 തരത്തിലുള്ള ഓട്ടങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് പരിചയപ്പെടാൻ റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് ചുമക്കാം. അടയൊന്ന് പുറത്തു വരുന്നത് ഒരു മാന്യമായി ചുമച്ചാൽ മതി. ഇവിടെ മനുഷ്യനുണ്ട്, സെൽഫ് ഉണ്ട്, അവന് ഗോൾസ് ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും സ്വപ്നങ്ങളില്ലേ? സ്വപ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും ഉണ്ട്. 3 തരം അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഭൂമിയിൽ വിജയിച്ച ആളുകളും പരാജയപ്പെടുന്ന ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യാസം ഈ 3 ഓട്ടങ്ങള്, ഒന്ന് അവന്റെ ബിലീഫ്സ്, വിശ്വാസങ്ങൾ, 2 അവൻ്റെതായുള്ള ഒരു
സിസ്റ്റം. മൂന്നാമത് വൈ ഫാക്ടർ. ആരെങ്കിലും അറിയാം വൈ ഫാക്ടർ കേട്ടിട്ടുണ്ടോ? ഗുജറാത്തിൽ താമസിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഭുജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭുജ് പോയിട്ടുണ്ടോ? യെസ്. ഭുജില് ഭൂകമ്പം നടന്നൊരു സമയം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഓർമ്മയുണ്ടോ? അത് ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു സമയമാണ്. അവിടെ മനോഹരമായ ഒരു കഥ, അവിടെ ഒരു സ്റ്റോറി, റിയൽ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂകമ്പം നടക്കുകയാണ്. ഒരു അമ്മൂമ്മ, ഏകദേശം 70 വയസ്സിനടുത്തുള്ള പ്രായമുള്ള അമ്മൂമ്മ, 16 കൊല്ലം ബെഡില് പാരലിസ് ആണ്. ഭൂകമ്പം വന്ന സമയത്ത് ആളുകൾ മരണപ്പെടുമ്പോൾ എല്ലാവരും ഇട്ടുപോയി, ഇവരാരും കൊണ്ടുപോയില്ല. പക്ഷെ അവസാനത്തിന് വീട് ചുമരെല്ലാം ഇടിഞ്ഞ് ഇവരുടെ മേലേക്ക് വീഴുന്ന അവസ്ഥ കണ്ടപ്പോ 16 കൊല്ലം ബെഡ് കിടന്ന അമ്മൂമ്മ അവസാനം ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടി. പിടികിടുന്നുണ്ടോ? അതാണ് ഈ സാധനം, മൂന്നാമത്തെ സാധനം. അതായത് എന്റെ ലൈഫിൽ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ല, എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരു മാർഗമില്ല എന്ന് കാണുമ്പോൾ ഏത് മനുഷ്യനും പ്രവർത്തിക്കും. അത് നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി. പുറത്തിറങ്ങാത്ത സ്ത്രീകള്, ഭർത്താവ് മരണപ്പെട്ടു, ജീവിക്കാൻ ഒരു മാർഗമില്ല, കുട്ടികൾക്കും എനിക്കും ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ചിന്ത വരുമ്പോ അവര് പ്രവർത്തിക്കും, അവര് ബിസിനസ് ചെയ്യും, സൂപ്പറായിട്ട് മുന്നോട്ട് പോകും ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ 3 ഓട്ടങ്ങൾ എങ്ങനെ അടയ്ക്കാന്നുള്ളൊരു ചിന്ത, കുറച്ച് ഡിസ്കഷൻ ആയിരിക്കും ഇവിടെ. എല്ലാവരും റെഡിയാണോ? കേൾക്കല്ല? അങ്ങനെയാണ് 4 ടീം ഇവിടെ ഉണ്ട്. 4 ടീമിന് ഒരു പേരിടാം. ഞാൻ നിങ്ങൾക്ക് ഒരു 20 സെക്കൻഡ് സമയം തരുന്നുണ്ട്. ടീം എ, ബി, സി, ഡി. ഒരു നല്ല ടീമിന് പേര് കണ്ടെത്താൻ നിങ്ങൾക്ക്. ഏതാ നിങ്ങളുടെ ടീമിന്റെ പേര്? കണ്ടൽ മാത്രം. കാരണം എന്താ പറയുക, ചിരിക്കുന്നത് നല്ലതാ അല്ലേ? ഡോക്ടർ ഇവിടെ ഇരിക്കുന്നത് ഡോക്ടർ വേണു സാറ്. ചിരിക്കുമ്പോ അറ്റാക്ക് കുറയാനും സ്ട്രെസ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്, ശരിയല്ലേ? യെസ്. ഈ മനുഷ്യനാർക്കെങ്കിലും പരിചയമുണ്ടോ? ആരാണ്? ഉത്തരം പറയാം. എന്റെ പുറകിൽ കാണുന്ന ഈ നദി ഏതാ നിങ്ങൾ കണ്ടുപിടിക്കണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈ പോകാൻ അറിയുന്ന ആളി നദി ഏതാന്ന് പറയണം. ആ നദി ഡാൽത്തടകല്ല, ഗംഗാ നദി. സാറാണ് ഉത്തരം പറഞ്ഞത്. സാറ് പറഞ്ഞു. 2 പേരും പൈസ കൊടുക്കാൻ പ്രഷർ ഏൽപ്പിക്കേണ്ടി വരും. സാർ ആദ്യം പറഞ്ഞു, സെക്കൻഡ് ഇവിടെയും പറഞ്ഞു. ഈ ഗംഗാ നദിയുടെ ആ പാലത്തിനപ്പുറത്ത് 1958 ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം സ്വന്തം പെങ്ങളുടെ ആഭരണങ്ങളെല്ലാം കടം വാങ്ങി ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആകാനാണ് അദ്ദേഹം എത്തിയത്. പക്ഷെ പൈലറ്റ് ആകാൻ പറ്റിയില്ല. ജീവിതമേ വേസ്റ്റായി. ഞാനൊരു വേസ്റ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നദിയെ നോക്കി ഇങ്ങനെ നിൽക്കുക. വല്ലാത്ത വിഷമത്തിലായിരുന്ന വ്യക്തി. അതുവഴി വന്നൊരു അപ്പൂപ്പന് ഈ കുട്ടിയുടെ നൃത്തം കണ്ടപ്പോൾ തന്നെ സംഭവം പിടികിട്ടി. അപ്പൂപ്പ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ആ പാലം കടന്ന് അപ്പുറത്തൊരു ആശ്രമമുണ്ട്, അവിടെ പോയിട്ട് അവിടുത്തെ സന്യാസിനോട് നീ നിന്റെ വിഷമം പറയണം. ആ വ്യക്തി ആശ്രമത്തിലെത്തി ആ സന്യാസിയോട് വിഷമം പറയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പരാജയമാണ്, എൻ്റെ ജീവിതം പോയി, ഞാൻ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ആ സന്യാസി ചിരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ഒരേ ഒരു കാര്യം മാത്രം. അതിനുശേഷം ആ വ്യക്തി ISROയിൽ സയന്റിസ്റ്റ് ആകാൻ അടുത്ത ശ്രമത്തിൽ കൊടുത്തു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സയന്റിസ്റ്റായി. ഇവിടുന്ന് ഉത്തരം പറയുന്നുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സയന്റിസ്റ്റായി. ആ മന്ത്രം ഇതായിരുന്നു, എല്ലാവർക്കും വായിക്കാം. ജീവിതത്തിൽ ബലൂണിന്റെ ആദ്യത്തെ ഓട്ടം അടയ്ക്കാനുള്ള മന്ത്രം ഇതാണ്. നമ്മളുടെ ഉള്ളിലുള്ള പരാജയ ബോധത്തെ എടുത്തു കളയാം. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ബിസിനസ്സിൽ, ബന്ധങ്ങളിൽ, എല്ലാ ഏരിയാസിലും എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളും പരാജയങ്ങളും വരും. പക്ഷെ അതിനർത്ഥം നമ്മൾ പരാജയമാണോ? ഉറക്കെ പറയാം, ആണോ? ഈ APJ ആക്കിയ ആ മനുഷ്യനാണ് സ്വാമി ശിവാനന്ദാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മലേഷ്യയിലെ ഡോക്ടറായിരുന്നു. ഇന്ത്യയിൽ വെക്കേഷന് വന്നു. മലേഷ്യൻ ഗവൺമെന്റിന്റെയും ബ്രിട്ടൻ ഗവൺമെന്റിന്റെയൊക്കെ നല്ല നല്ല സർട്ടിഫിക്കറ്റും മെഡലൊക്കെ മേടിച്ച ഒരു ഡോക്ടറായിരുന്നു. ഇന്ത്യയിലെ കുഷ്ഠരോഗികളെല്ലാം ഗംഗാ നദിയിൽ തള്ളുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന്. അത് കണ്ട് വിഷമം സഹിക്കാൻ വല്ലാതെ സ്വന്തം പണമെല്ലാം എടുത്തുകൊണ്ട് അവിടെ അവരെ സഹായിക്കാൻ തുടങ്ങി. ഇന്നും അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഋഷികേശ് വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കാണാം. ഡിവൈൻ ലൈഫ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്. ഹിമാലയത്തിൻ്റെ മുകളിലുള്ള ആളുകളെല്ലാം ഫ്രീ ആയിട്ടാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്.
അപ്പൊ ഈ മന്ത്രം ആരും മറക്കരുത്. അത് എല്ലാവർക്കും ഒന്ന് വായിക്കാം. ആ വീഡിയോ ഒന്ന് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ വരും. സാറിന്റെ വാക്കുകളാണ് ജനപ്രതിനിധി ചെയ്യുന്നത്. അതിന് മഹത്വം ഉണ്ടാകും. നമ്മൾ വെള്ളമൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം. അതൊരിക്കലും ചിന്തിക്കില്ല. ആ ഉറപ്പ് തന്നെയാണ് എന്നെ ഈ ആശീർവദിക്കുന്നത്. ഞാൻ സന്തോഷം നിറഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ ആരോഗ്യം നിറഞ്ഞൊരു വ്യക്തിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രേറ്റ് പേഴ്സൺ. ഞാൻ നല്ലൊരു വ്യക്തിയാണ്. ഒന്ന് ഫീൽ ചെയ്ത് പറഞ്ഞേ. ഐ എം എ ഹാപ്പി പേഴ്സൺ. ഐ എം എ ഹെൽത്തി പേഴ്സൺ. ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ. ഒന്നുകൂടി, ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ. ഒന്ന് ഉറക്കെ പറയാം. ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ. ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ. ലോകം മൊത്തം നിങ്ങളെ നോക്കിയിട്ട് മോശം പറയും, പക്ഷെ നമ്മളോട് ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ. ഇനി ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ട് ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ എന്ന് പറയും. 1 ഞാൻ 2 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഷെയ്ക്കിന്റെ അടുത്ത് പറയണം. കൃത്യം 1 മണിക്കൂർ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇനി കൊണ്ടുവരാം. റെഡി? പ്രിയപ്പെട്ട അജിത് ആൻഡ്രൂ സാർ വേദിയിലേക്ക് ഒന്ന് വരുമോ പ്ലീസ്? ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്ലീസ്. പ്രസിഡന്റ്, നമ്മുടെ ട്രാക്കിന്റെ പ്രസിഡന്റ് മുൻ കോർഡിനേറ്റർ താങ്ക് യു വെരി മച്ച്. ഓക്കെ, ആയിക്കോട്ടെ സാർ. ഞങ്ങളുടെ ആദ്യത്തെ വളരെ നല്ല രീതിയിൽ സന്തോഷിച്ച് അതിൻ്റെ ഒരു ഉന്നതിയിലെത്തിയിരിക്കുകയാണ്. വളരെ നമ്മുടെ ഞാനത് ഡൗൺലോഡ് ചെയ്തതാണ് ഇരുന്നത്. അപ്പോൾ അത് അടുത്ത കാലത്ത്